ഏതുവരെയാണ് നിങ്ങളുടെ ഈ ജീവിതത്തിന്റെ അടയാളങ്ങൾ നിലനിൽക്കുക? അവനവനെ കൊണ്ടുപോയി 6 മണിയിൽ അടക്കം ചെയ്യപ്പെടുന്നത് വരെ അതോടെ നിന്റെ ജീവിതത്തിന്റെ എല്ലാം അവസാനിച്ചില്ല മനുഷ്യ. ഈ സൂറത്തോതിയിട്ട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സഹാബാ ഫമന ബകാ ഫലഹുൽ ജന്നാ. ഈ സൂറത്ത് തക്കാതുർ കേട്ടിട്ട് ആരെങ്കിലും കരഞ്ഞാൽ എന്നെ ഈ ബമ്മേനാട് കേൾക്കാനിച്ച ഒരു ആടിനോടും പെണ്ണിനോടും അങ്ങകലെ എന്ന് വന്ന കരളിന്റെ കച്ചനമായ എന്റെ പ്രിയപ്പെട്ട യുവാക്കളോടും ഞാൻ വെല്ലുവിളിക്കുന്ന ഏത് കാര്യത്തിലാണെന്നറിയോ? ഈ സമയത്ത് ഇൽമിന്റെ സദസ്സിലിരുന്നിട്ട് സൂറത്ത് തക്കാതുറോന്നിട്ടൊന്ന് കരയാ. ഈ പ്രസംഗം എന്റെ പ്രസംഗം കേൾക്കുന്ന ഏതെങ്കിലും ഒരാളുടെ കണ്ണിന്റെ ഉള്ളിൽ ഒരു തുള്ളി കണ്ണുനീരിപ്പോ വന്നാൽ അതിന്റെ അർത്ഥം അവന്റെ ഹൃദയത്തിൽ വല്ലാത്ത ഈമാനുണ്ടെന്നാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ. സൂറത്ത് തക്കാതുറിന്റെ അർത്ഥം അറിഞ്ഞിട്ട് ആരെങ്കിലും ഒന്ന് കരഞ്ഞാൽ അവന് സ്വർഗമുറപ്പാണ്, അവന് സ്വർഗമുറപ്പാണ്, അവന് സ്വർഗമുറപ്പാ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അല്ലാഹു നമുക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗം കിട്ടുന്നത് ഏതമലിന കോടികൾ സദഖ ചെയ്യാനല്ല. ചെറിയ പ്രവൃത്തി നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന, ഈ പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഈ സദസ്സിലിരുന്ന് ചെയ്യാൻ കഴിയുന്ന സൂറത്ത് തക്കാതിന്റെ അർത്ഥം അറിയുമ്പോ അതോ തൊട്ടൊന്ന് കരഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗമുറപ്പാ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങള് ആർക്കെങ്കിലും ഒന്ന് കരയാൻ പറ്റോ? ഞാനെന്ന് ചോദിക്കട്ടെ. കബീർ വാക്കവി പ്രസംഗിച്ചിട്ട് കരയുമ്പോ, അതല്ലെങ്കിൽ പള്ളിയിലെ ഖതീബ് 27-ാം രാവിലെ ദുആ ചെയ്തിട്ട് കരയുമ്പോ അതൊക്കെ കള്ളക്കണ്ണീരാ, അതൊക്കെ അവരുടെ തട്ടിപ്പാന്ന് വിലയിരുത്തുന്നവരോട് ഞാനൊന്ന് ചോദിക്കുകയാ, കരയാൻ പറ്റുമോ? പൊന്നുമോളെ, പൊന്നുമോളെ, നിനക്കൊന്ന് കരയാൻ പറ്റുമോ? എങ്ങനെയാ കരയേണ്ടതെന്നറിയോ? എന്റെ നിങ്ങളുടെ ഈ കണ്ണിൽ ഒരേ ഹോർമോണാണ്, ലൈസോസൈം എന്ന ഹോർമോൺ. ഒരേ കണ്ണുകളാ. ശാസ്ത്രം പറയുന്നതാണ് ലൈസോസൈം എന്ന ഹോർമോണിൽ നിന്ന് കണ്ണുനീരുണ്ടാകണമെങ്കിൽ അവന്റെ ഹൃദയത്തിലെ സങ്കടമെന്ന വികാരം ഉണ്ടാവണം. ആ വികാരം ഹൃദയത്തെ തട്ടുമ്പോഴാ കണ്ണുനീര് വരിക. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ കൊണ്ടുപോയി കബറിലടക്കുന്ന സന്ദർഭമാണ് സൂറത്ത് തക്കാതുർ പറയാ. പള്ളിക്കാട്ടിന് നിന്നെ അടക്കയുണ്ട്, നിന്നെ പിടിമണ്ണ് വാരിയിട്ടിട്ട് എല്ലാവരും തിരിച്ചു പോകുന്ന കബറിനെ കുറിച്ചൊന്നോർത്ത് എന്നിട്ട് നീ ആ കബറൊന്ന് കരേ. എന്നാ നിനക്കല്ലാണ്ട് സ്വർഗമുറപ്പാ. ഒന്ന് കരയാൻ കഴിയോ കുഞ്ഞുങ്ങളെ? പണ്ടൊക്കെ ഞാൻ കോടിക്കണക്കിന് രൂപ പ്രസംഗിച്ചിട്ട് പിരിക്കുമ്പോ നിങ്ങളോട് ലക്ഷക്കണക്കിന് രൂപ ചോദിക്കാറുണ്ട്. ഇപ്പൊ വാക്കവി ചോദിക്കുന്നത് 1 ലക്ഷം രൂപ സദഖ തരുന്നതാണെന്നല്ല, ഒരു വളവൂരിയിട്ട് തരുന്നതാണെന്നല്ല. ഈ സദസ്സിലൊന്ന് കരയാൻ കഴിയുന്നതാരാ? അവനവന്റെ കണ്ണിലൂടെ ഇത് കേട്ടിട്ടൊന്ന് കണ്ണുനീര് വന്നാ അവനവന്റെ മയ്യത്ത് കൊണ്ടുപോയി കബറിലിട്ട് മൂടിയിടുന്നൊരവസ്ഥ കണ്ട എന്റെ പൊന്ന സഹോദരങ്ങളെ, ഞാൻ ഇവിടേക്ക് വന്ന് എടപ്പള്ളി എത്തുമ്പോ അവിടെ വല്ലാതെ ട്രാഫിക് ബ്ലോക്കാണ്. 1.25 മണിക്കൂറാണ് വൈറ്റില മുതൽ എടപ്പള്ളി വരെ. അപ്പോഴൊക്കെ ഇബ്രാഹിം ആദി വിളിക്കുന്നുണ്ട്, എവിടെ എത്തി ഭക്ഷണത്തിനെത്തില്ലേ? അപ്പോൾ ഞാൻ 1 മണിക്കൂർ മുമ്പ് വിളിച്ചപ്പോഴും പറഞ്ഞു ഞാൻ എടപ്പള്ളിയിലാ. 1 മണിക്കൂർ കിടന്ന് വീണ്ടും വിളിച്ചു, കാണാതെ ആ സ്നേഹവാത്സല്യത്തോടെ എവിടെ എത്തി? അപ്പോഴും ഞാൻ പറഞ്ഞു എടപ്പള്ളി കിടന്നതേയുള്ളൂ. 1 മണിക്കൂർ കൊണ്ട് എടപ്പള്ളിയിലാ. അവിടെ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുമ്പോ പെട്ടെന്ന് ഞാൻ മൊബൈൽ ഒന്ന് ഡാറ്റ ഓൺ ചെയ്തിട്ട് ഫേസ്ബുക്ക് നോക്കി എന്താ പുതിയ വാർത്തകൾ പ്രസംഗിക്കാൻ പോവുകയല്ലേ. അപ്പോഴാണ് കോട്ടക്കല്ല് നടന്ന അപകടത്തിന്റെ വീഡിയോ കാണുന്നത്. ഇന്നോവയിലെ സഞ്ചരിച്ചു പോകുന്ന ഒരേ സമയത്ത് ഇന്നോവ ചേർത്തെത്തുമ്പോ ടാങ്കർ ലോറി അതാ വല്ലാതെ ആ ഒരു ലോറി കണ്ടെയ്നർ പോയി അമ്പിലോട്ട് കയറുമ്പോ കണ്ടെയ്നർ നേരെ വാഹനത്തിലേക്ക് മറിയുന്നു. പോയവരെ യാത്രയേക്കാൻ വെള്ളത്തുണി വരുന്നു. ആ സമയത്ത് ഞാൻ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുമ്പോ എടപ്പള്ളി ടോളിന്റെ ഭാഗത്ത് നീണ്ടു വാഹനങ്ങളുടെ നിരയുണ്ട്. എന്റെ വാഹനത്തിന്റെ മുൻഭാഗത്ത് കണ്ടെയ്നർ ലോറി കിടക്കുന്നുണ്ട്. ഞാൻ ഒത്തുപോയി അല്ലാ ഉമ്മാന്റെ ഗർഭാശയത്തിൽ, എന്റെ ഉമ്മാടെ ഗർഭാശയത്തിൽ ഞാൻ കിടക്കുമ്പോ 4 മാസം പ്രായമുള്ളപ്പോ നീ എഴുതി വെച്ച എന്റെ
ആയുസ് ഒരു നിമിഷം കൊണ്ട് അവസാനിക്കുമോ? ആ സമയത്ത് ഞാൻ എന്റെ പൊന്നുമക്കളോട് അത് പറയാൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോ എപ്പോഴാണ് വരുന്നതെന്ന് കെട്ടിപ്പിടിച്ചു ചോദിച്ചിട്ട് അവളുടെ ഭാഷയിൽ എന്നോട് വാപ്പ എപ്പോ വരുമെന്ന് കെട്ടിപ്പിടിച്ചു മുത്തം നിറന്ന് എന്റെ 3 വയസ്സുകാരിയെ ഇറങ്ങി വരുമ്പോ കിണുങ്ങി കരഞ്ഞുകൊണ്ട് വാപ്പ പോവണ്ടെന്ന് പറഞ്ഞിട്ടും മാണ്ട ഒക്കത്തേക്ക് മുഖം വിളിച്ച് കരഞ്ഞവള് ഇതാർക്കാണ് നീ വിധിക്കുന്നതെന്നറിയില്ലല്ലോ. മറ്റൊരവസ്ഥയിൽ അഹമ്മദ് കബീറിനെ കുറിച്ച് കേട്ട പണച്ചറപ്പ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വീട്ടില് കാത്തിരിക്കുന്ന ഭാര്യ മക്കളുടെ മുമ്പില് ചേതനയേറ്റ മയ്യത്ത് ചെല്ലുമ്പോ ആ സമയത്തിന്റെ ശരീരത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് എന്റെ ഭാര്യ പൊട്ടിക്കറിയുമ്പോ എന്റെ പൊന്നുമക്കള് പൊട്ടിക്കറിയുമ്പോ ആ സമയത്തിന്റെ മക്കളോട് പൊന്നുമക്കളെ നിങ്ങളുടെ വാപ്പ എവിടെ, നിങ്ങളുടെ വാപ്പ നിങ്ങളെ ഇട്ടിട്ട് പോയോന്ന് ചോദിക്കുമ്പോ ഇല്ല മോളെ ഇല്ല, നിങ്ങളുടെ വാപ്പ പോയാൽ നിങ്ങളുടെ വാപ്പ നിങ്ങൾ വരുന്നത് കാത്തിട്ടിരിക്കുന്നൊരു ലോകമുണ്ട്. അല്ലാഹു സ്വർണ്ണത്തിന്റെ കട്ടിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടുന്നൊരു ലോകത്തിലേക്ക് നിങ്ങളുടെ വാപ്പ പോകുന്നതെന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പറയാൻ കഴിയാത്ത ഒരാള് 2 മണിക്കൂർ പ്രസംഗിച്ചാൽ 2 ലക്ഷം അക്ഷരം അവന്റെ വായിൽ നിന്ന് വരുമെന്നാണ് കണക്ക്. 18 വർഷമായി വിനീനം പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് 18 വർഷത്തെ നിർത്താതെയുള്ള പ്രസംഗത്തിന്റെ ഉള്ളിൽ കോടാനുകോടി അക്ഷരം പറഞ്ഞ ഈ നാവ് അന്ന് മോളെ അന്നെ വിളിക്കാൻ കൊതിക്കുമ്പോ എന്റെ നാവിൽ നിന്നൊരക്ഷരം പോലും വരാത്തൊരു ദിവസമുണ്ട്. ആ ദിവസത്തെ നിങ്ങൾ മറന്നുപോയോ? എന്തേ നിങ്ങളെ കബറിനെ മറന്നുപോയോ എന്ന് ഖുർആൻ ചോദിക്കുമ്പോ ഈ ആയത്ത് കേട്ടിട്ട് ആരെങ്കിലും ഒന്ന് പൊട്ടിക്കരഞ്ഞ അവന് സ്വർഗമുറപ്പാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പൊന്നുമോനെ നോക്കി കണ്ടു പറഞ്ഞിട്ട് ഈ കാണുന്ന കണ്ണുനീര് ഈ കണ്ണുനീര് ഇത് ഗ്ലിസറിൻ തേച്ച കണ്ണുനീരല്ല. ഈ കവിൾത്തടത്തിൽ വന്ന കണ്ണുനീര് ഗ്ലിസറിൻ തേച്ചിട്ട് കരഞ്ഞതല്ല. എന്റെ മരണത്തെ ഓർത്തിട്ട് എന്റെ കവിളിൽ നിന്ന് കണ്ണുനീര് വന്നാൽ ആ ഈ സൂറത്ത് കേട്ടിട്ട് കരഞ്ഞു പോയോ? അവന് സ്വർഗമുറപ്പാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇത്ര വലുതാണ് സൂറത്ത് തകാസുർ. അല്ലാഹു നമുക്ക് ഈ കണ്ണുനീര് ഈ തുടക്കുന്ന കണ്ണുനീര് ഗ്ലിസറിൻ തേച്ചിട്ട് കരഞ്ഞതല്ല. ആ സമയത്ത് അവന്റെ ഹൃദയത്തിൽ അവന്റെ ഓർമ്മകൾ അപ്പോഴേ കരയാൻ പറ്റും. ഇവരൊക്കെയാണ് പറഞ്ഞു പഠിക്കണ്ട നമ്മൾ. അത് ആ കരച്ചില് പൊട്ടക്കരച്ചിലാന്ന് നമ്മളെ പറഞ്ഞു പഠിക്കണ്ട. അത് നമ്മുടെ വേണ്ടാത്തരവാണ്. സാധുക്കളായ സൂഫികളിൽ നിന്ന് കരയും. ആ കരച്ചില് മറ്റുള്ളവരെ കളിപ്പിക്കാനുള്ള കരച്ചിലാന്ന് നമ്മൾ കരുതണ്ട. അത് നമ്മുടെ വിവരക്കേടാണ്. നിങ്ങളൊന്ന് കരഞ്ഞാ മതി. സൂറത്ത് തകാസുർ കേട്ടിട്ട് നിങ്ങൾക്ക് സ്വർഗ്ഗം ഉറപ്പാണ്. ഇത് കേട്ട സഹാബത്ത് ഇനി കരയാൻ പറ്റാത്തവർ വിഷമിക്കണ്ട. ചിലര് കരയും, ചിലര് കരയില്ല. ഈ വലിയ വർത്താനം പറയണമെങ്കിൽ ഞാൻ പെട്ടെന്ന് കരയണ ആളാ. പെട്ടെന്ന് കരച്ചിൽ വരും. ആളുകൾ എന്നെ കുറിച്ച് പറയണ നേരെ തിരിച്ചാണ്. പെട്ടാത്തവരോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബാ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ് കരയാത്ത സഹാബത്തിനോട് ഈ സൂറത്ത് തകാസുർ കേട്ടിട്ട് നിങ്ങൾക്ക് കരയാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കരയുന്നത് പോലെ അഭിനയിക്കണേ. കരയുന്നത് പോലെ അഭിനയിച്ചുകൊണ്ടല്ലാതെ ഈ സൂറത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പാരായണം ചെയ്യാൻ പാടില്ല. അങ്ങനെ കരയുന്നത് പോലെ ഹൃദയത്തിൽ കണ്ണുനീര് വരുന്നത് പോലെ ഓതേണ്ട സൂറത്താണ് അൽഹാകുമുത് തകാസുർ ഹത്താ അസ്റതുൽ മഖാബിർ. അല്ലാഹു നമ്മുടെ മരണത്തെ കുറിച്ചുള്ള ഓർമ്മ തരുമാറാകട്ടെ. കരയാൻ കഴിയുന്നില്ലെങ്കിൽ കരയുന്നത് പോലെ അഭിനയിക്കണം. തത്തബാഖു, നിങ്ങൾ കരയുന്നത് പോലെ അഭിനയിക്കണമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
നമ്മൾ ആരെങ്കിലും കരഞ്ഞ ഉസ്താദ്മാര് കരഞ്ഞ നോക്കണ ഒരു തുള്ളി കണ്ണീര് വന്നില്ല. നല്ല നല്ല സൂഫികൾ, നല്ല നല്ല ഉസ്താദന്മാർ അവര് ദുആ ചെയ്യുമ്പോൾ കരയുന്നത് പോലെ ചെയ്യും. നമ്മൾ വിരുദ്ധന്മാർ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടോ, ഒരു തുള്ളി കണ്ണീര് പറഞ്ഞില്ല. കള്ളന്മാർ വിവരക്കേട് പറഞ്ഞ് പഠിക്കരുത് കുട്ടികളെ. തത്തബാക്കു, നിങ്ങൾ കരയുന്നത് പോലെ അഭിനയിക്കണം. അത് അള്ളാഹുവിന് വളരെയേറെ ഇഷ്ടമാണെന്ന് ശഫീഉൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് സൂറത്ത് തക്കാത്ത് നമുക്ക് നൽകുന്ന ആദ്യത്തെ പാഠം നമ്മുടെ മരണമോത്ത് കരയുക എന്നതാണ്. അവനവന്റെ മരണമോത്ത് കരയുക, അവൻ മരിക്കുന്ന സമയത്ത് ഓത്ത് കരയുക. അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോ ആ സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ചിന്ത നൽകുക. അങ്ങനെ കരഞ്ഞവനാണ് ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. ഉറക്കെ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. ഉറക്കെ പറ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. ഞാൻ നോക്കുന്നത് നമ്മൾ തന്നെ ചിലപ്പോൾ നബിയങ്ങൾ അവഹേളിക്കാറുള്ളതായിരിക്കും. മാതൃഭൂമിക്കാരെ അവഹേളിച്ചത് പോട്ടെ, പക്ഷെ കേരളീയ ജനതയുടെ ഒരു സാംസ്കാരിക പ്രബുദ്ധത വലുതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിച്ചതിന്റെ പേരിലാണ് ഫ്രാൻസിലടക്കമുള്ള രാജ്യങ്ങളിൽ ചാവേർ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായത്. അതിന് അനന്തരപരമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിച്ചപ്പോ വൈകാരികമായി സമീപിച്ച ഒരു ജനതയായിരുന്നു. പിന്നീട് യൂറോപ്പിന്റെ പുറകിലുള്ള അസ്വസ്ഥതയുടെ കാരണം ചാവേർ ബോംബ് സ്ഫോടനങ്ങളായി പലതും. പക്ഷേ മാതൃഭൂമി പ്രവാചകനെ അവഹേളിച്ച് ഏറ്റവും നിന്ദ്യമായ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ട് കേരളത്തിൽ ഇത്രയേറെ വൈകാരികമായ പ്രക്ഷോഭം ഉണ്ടായിട്ട് മാതൃഭൂമിയുടെ ഒരു ഓഫീസിന് നേരെ കല്ലെറിഞ്ഞില്ല, ഒരു വാഹനം കത്തിച്ചില്ല, ഒരു പത്രവാഹനം പോലും തടയാതെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ കേരള മുസ്ലിമീങ്ങൾക്ക് കഴിഞ്ഞു എന്നതാണ് ലോകത്തിലെ മറ്റു മുസ്ലിമീങ്ങളിൽ നിന്ന് കേരള മുസ്ലിമീങ്ങളെ വൈകാരികമായി മാറ്റി നിർത്തുന്നത്. എന്തുകൊണ്ടാണ് കേരള മുസ്ലിമീങ്ങൾക്ക് ഇത്രയും വലിയൊരു വിവേകം കിട്ടിയതിന്റെ കാരണം എന്ത് എന്ന് നമ്മൾ ഇന്ന് തെരഞ്ഞു പോകേണ്ട കാര്യമുണ്ട്. അത് അള്ളാഹു നമുക്ക് നൽകിയ നേതൃത്വത്തിന്റെ ഗുണമാണ്. അള്ളാഹുവിനെ നിലനിർത്തി തരുമാറാണ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പോലെ, ഈ പുഞ്ചിരിക്കുന്ന നറുനിലാവിനെ പോലെ, ഏറ്റവും വികാര വിസ്ഫോടന സമയത്തും നറുനിലാവിനെ പോലെ ക്ഷമയോടെ നേരിടാൻ കഴിഞ്ഞ ആ ഒരു മഹനീയ നേതൃത്വത്തിന്റെ ഒക്കെ ഗുണമാണ് കേരള മുസ്ലിമീങ്ങളെ ഇത്രയും നന്നായി ഒരു കല്ലെറിഞ്ഞില്ല. മാതൃഭൂമിക്കാര് പേടിച്ചുപോയി. പിറ്റേ ദിവസം ഒരു മാതൃഭൂമി അച്ചടിച്ചപ്പോ നോക്കിയപ്പോ ഫ്രണ്ട് പേജിൽ കഅബാലയത്തിന്റെ വലിയൊരു ഫോട്ടോ തവാഫ്. ഞാൻ ഓർത്ത് പടത്തിൽ നിന്ന് വലിയ പെരുന്നാളായിരുന്നു. എന്തുകൊണ്ടെന്നറിയോ? അവർക്കറിയാം പിറ്റേ ദിവസത്തെ മാതൃഭൂമി ചവിട്ടിക്കൂട്ടി വലിച്ചെറിയും. അതുകൊണ്ട് അവർ അന്നത്തെ മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ ഒരു തവാഫിയുടെ ഒരു ഫോട്ടോ വെറുതെ കൊടുത്തു. പിന്നെ അതിന്റെ കുട്ടിയിട്ടുണ്ട്. ഇത്രയും വലിയ ഒരു വിവേക ബുദ്ധി കേരള മുസ്ലിമീങ്ങൾക്ക് ഇതര രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ അതിന്റെ ഇടയിലൂടെ വായിക്കേണ്ട സംഗതികളാണ്. അള്ളാഹു അവർക്ക് ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ട് നമുക്ക് സലാത്ത് തരാൻ പറ്റുന്നില്ലെങ്കിൽ മാനസികമായി നമ്മളും പ്രവാചകന്റെ അവഹേളനത്തിൽ പങ്കാളികളാവുകയല്ലേ എന്ന് മനസാക്ഷിയോട് നമ്മൾ ചോദിക്കുന്നു. അവിടത്തേക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായ എല്ലാം സമർപ്പിച്ച സഹാബത്തിന്റെ മുമ്പിൽ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, ഉറക്കെ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ മരണത്തെ കുറിച്ച് പറയുന്നു. മരണം എന്ന് പറയുന്നത് പേടിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. ഞാൻ നേരെ തിരിച്ചിട്ട് പറയാം. മരണവും അസ്രായിൽ എന്ന് കേട്ട് എന്തിനാ പേടിക്കുക? അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാ. പക്ഷെ നന്നായി ജീവിച്ചവർക്ക് അസ്രായിൽ ഒരു കാമുകനായിരുന്നു. ഒരു കാമുകനെ പോലെ അവര് വന്നപ്പോൾ തോന്നിട്ട് അസ്രായിൽ എത്ര നാളുകൊണ്ട് നിന്നെയൊന്ന് കാണാൻ കാത്തിരിക്കുക. നമുക്ക് മരണമെന്ന് പറയുമ്പോൾ അടച്ചോലെ ഞാൻ ഇപ്പൊ മരിക്കുമല്ലോ എന്നുള്ള പേടിയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ പേടിക്കേണ്ട കാര്യം എന്താ? ഒരൽപ്പം കൊളസ്ട്രോൾ കൂടിയ നമ്മള് പിന്നെ അത് തിന്നൂല ഇത് തിന്നൂല മരിച്ചുവല്ലോ. ഷുഗർ ഒരൽപ്പം അടച്ചോനെ പിന്നെ എന്താ ഇൻസുലിൻ കുത്തണ കുത്ത് എന്താ കാര്യം? പേടി. നമ്മളൊരു 5 മണിയൊക്കെ ആകുമ്പോഴാക്കി മിക്കവാറും അടക്ക വാതൊക്കെ കഴിഞ്ഞ് എറണാകുളം ഭാഗം കഴിഞ്ഞ 5 മണിയൊക്കെ ആവും. മിക്കവാറും സുബൈക്ക് ആലപ്പുഴയൊക്കെ എത്തും. ആ സമയത്ത് കാണാൻ എടപ്പള്ളി ഇപ്പുറത്തെ പോക്കറ്റ് റോഡിൽ കൂടെ ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ ഒന്ന് ചോടന കാണാൻ ഒരു 4-4:30 മണിക്ക് എഴുന്നേച്ചിട്ട് ഈ നെയ്ക്കുമ്പളങ്ങൾക്ക് കയ്യും കാര്യം വെച്ചമാറ്റൊരു ഓട്ടോ വേണം. ടാർവി ഉരുട്ടി പോകാന്ന് തോന്നുന്നു ഒന്നിന്റെ പുറകെ ഒന്നായിട്ട്. എന്താ സംഭവം? സംഭവം ഒന്നുമല്ല. സംഭവം ഡോക്ടർ പറഞ്ഞു കൊളസ്ട്രോൾ കൂടുതൽ, അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്, മരിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒരിക്കലും ഉറങ്ങാത്ത പറവൂര് വെടിക്കെട്ട കൂടെ 4 ഒന്നിച്ചു പൊട്ടിയ എഴുന്നേക്കാത്ത ഉറക്കത്തിൽ നിന്ന് നമ്മൾ കൃത്യമായി എഴുന്നേക്കും നടക്കും.
എന്നാൽ ആ ഒരു നടപ്പ് നേരെ സുബഹിക്ക് പള്ളിയിലേക്ക് പോയി. അവിടെ ഏറ്റവും വലിയ എക്സസൈസ് ഉണ്ട്. പോയി നിങ്ങൾ തണുത്ത വെള്ളത്തിൽ കഴുകി എന്നിട്ട് 90 ഡിഗ്രി അങ്ങ് നിവർന്ന് നിൽക്ക്. എന്നിട്ട് നേരെ 45 ഡിഗ്രിയിലേക്ക് പോകും. വീണ്ടും തിരിച്ച് 90 ഡിഗ്രി, വീണ്ടും തിരിച്ച് 0 ഡിഗ്രി, 0 ഡിഗ്രിയിൽ നിന്ന് വീണ്ടും 45 ഡിഗ്രി. ലോകത്തിലെ ഏറ്റവും നല്ല വ്യായാമം പഠിപ്പിച്ചു തന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ചെയ്യാൻ നമ്മൾ ഒരുക്കല്ല. നമ്മൾ റോഡ് മേൽ ഇങ്ങനെ ഓടാൻ നമ്മളൊരു മിടുക്കാട്ട്. എന്താ പ്രശ്നം? മരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. യഥാർത്ഥത്തിൽ മരണം പേടിക്കേണ്ട ഒരു കാര്യമാണ്. ആണോ സഹോദരങ്ങളെ? എന്താ ഉണ്ടായിരിക്കുക? മരിച്ചു എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം മരണം കഴിഞ്ഞിട്ടല്ലേ ഏറ്റവും സുഖമുള്ളത്. പിന്നെ അവിടെ കടവില്ല, ബിസിനസ് താഴോട്ട് പോയിന്നില്ല, എയർപോർട്ട് പോയിന്നില്ല, സാമ്പത്തിക പ്രതിസന്ധി ഇല്ല, ക്രൈസിസ് ഇല്ല, ഭാര്യയുടെ ശല്യം ഇല്ല, ഒരു പ്രശ്നവും എന്താ ഉള്ളത്? ഒന്നുമില്ല. സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുന്ന ലോകമല്ല സ്വർഗമാണ്. ഇവിടെ പറ്റുമോ? ഭാര്യയുണ്ടോ? സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? ആദമിനെ ആദ്യം പഠിപ്പിച്ച അള്ളാഹു ആദം ഒറ്റയ്ക്ക് നടന്നപ്പോ പെണ്ണിനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. ആദം നബി ഗാഠനിദ്രയിലേക്ക് പോയി എന്നാണ്. ഗാഠനിദ്ര. ആ നിദ്രയിൽ മാറിയിൽ നിന്നാണ് പെണ്ണിനെ സൃഷ്ടിച്ചത്. യഥാർത്ഥത്തിൽ ആണ് ഗാഠനിദ്രയിൽ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പെണ്ണിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പാണ്. പിന്നെ ആണ് ഗാഠനിദ്രയിൽ ഉറങ്ങിയിട്ടില്ല. അന്ന് പെണ്ണിനെ സൃഷ്ടിച്ചിട്ടില്ല. വാരിയിൽ ഊരിട്ട് പോലും അറിയാത്ത ഗാഠനിദ്രയായിരുന്നു. പിന്നെ ആ പടപ്പിന് ശേഷം പിന്നെ ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ ഇതൊന്നും ഇല്ലല്ലോ. അവിടേക്ക് പോകാനുള്ള കവാടം മരണമാണെങ്കിൽ ഞാൻ പറയാണ്, അസ്രായിലിനെ ഒത്തിട്ട് പേടിക്കണ്ട. അസ്രായിലിനെ കാമുകാന്ന് വിളിച്ച ആളുകളുണ്ട്. ഞാൻ എത്ര നാൾ കൊണ്ട് നിന്നെ ഒന്ന് കാണാൻ, എത്ര നാൾ കാത്തിരുന്നു ഒന്ന് കാണുക. ഇത് 4 മണിക്ക് റോട്ടി കണ്ട പെണ്ണിനെ നോക്കിയിട്ട് പാടിയവരല്ല സഹാബത്തുകൾ. മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല സക്കറാത്തിന്റെ വേദനയിൽ കിടക്കുകയാ. മഹാനായ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ വന്നപ്പോ ഹുദൈഫ ഇബ്നു യമാൻ റളിയല്ലാഹു തആല പറഞ്ഞുവത്രേ, ഹബീബുന ജാഇലാ ഫഖാ. ഞാൻ ഇതേവരെ കാത്തിരുന്ന എന്റെ കൂട്ടുകാരൻ വന്നല്ലോ. അസ്രായീലെ സ്വാഗതം, ഹബീബ് ഹബീബ് ഹബീബ്. ആരാ വിളിക്കുന്നത്? അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ. മഹാനായ ഹുദൈഫ ഇബ്നു യമാൻ റളിയല്ലാഹു തആല എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവരുടെ കാമുകൻ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമായിരുന്നു. ഹബീബുന ജാഇലാ ഫഖാ. എന്റെ അസ്രായീലെ ഞാൻ കാത്തിരുന്ന കൂട്ടുകാരൻ. അസ്രായീലെ എത്ര നാൾ കൊണ്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു നിന്നെ. നീ ഇപ്പോൾ എന്റെ തലയുടെ മുകളിൽ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് സ്വാഗതം ചെയ്തു മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു. എത്രയെത്രയോ ചരിത്രങ്ങൾ മോനെ. ആദ്യമായി സൂറത്തിന്റെ കാലത്ത് പഠിപ്പിക്കുന്നത് അവനവന്റെ മരണത്തെ കുറിച്ച് ഓർക്കാനാ. എന്റെ പ്രിയപ്പെട്ട നൂതനദേശൻ ചെറുപ്പക്കാരാ, ആരാ നൂതനദേശൻ ചെറുപ്പക്കാരെന്നറിയോ? പുതിയ തലമുറ. ഈ ലോകം അവർക്ക് കൊടുത്ത പേരാണ് പുതിയ തലമുറ. പഴയ തലമുറയുടെ പൗരാണികതകളെ മറന്നു കളഞ്ഞ പുതിയ ലോകത്തിന്റെ ആവിർഭാവത്തിലൂടെ നടന്നു പോയ എന്റെ നൂതനദേശൻ ചെറുപ്പക്കാരാ, ആരാ നൂതനദേശൻ എന്നറിയോ? അണുകുടുംബത്തിന് ജനിച്ച ആധുനിക രാസവള നിർമ്മാണശാലയിലെ ഉപോൽപ്പന്നം പോലെ കെൻഡക്കി, KFCയും ബർഗറും പിസയും മാത്രം തിന്നു പഠിച്ച അബൈദാത്തിയുടെ ബാലൻസ് സ്ഥിരമായി നോക്കുന്ന വൈകുന്നേരമാകും ആരാണ്ട പഞ്ചാത്തിപ്പിടിയിൽ കയറ്റിയിട്ടാണെങ്കിലും വേണ്ടില്ല അബൈദാന്റെ ബാലൻസ് ചെയ്ത് പാതിരാ സമയത്ത് ലോകത്തുള്ള 140 നാട്ടത്ത് ഏതൊക്കെ പെണ്ണ് തുണിയുരിഞ്ഞാടിയാൽ അത് മുഴുവനും തന്റെ www.com-ലൂടെ കണ്ടാസ്വദിച്ച് പാതിരാ സമയത്തെല്ലാം അനുഭവിച്ച് തളർന്നുണക്കുന്ന പാതിരാ സമയമാകുമ്പോൾ തളർന്നവശനായി മുമ്പിൽ വിരിച്ചു വെച്ചിരിക്കുന്ന ലാപ്ടോപ്പിന്റെ ഡെസ്ക്ടോപ്പിലേക്ക് തലമയക്കി വെച്ച് അവിടെ കിടന്നുറങ്ങുന്ന വർഷങ്ങളായി പള്ളിയിലെ സുബഹിയുടെ ബാങ്ക് ചെവിയിൽ കേട്ടിട്ടില്ലാത്ത, വർഷങ്ങളായി സുബഹിയുടെ ബാങ്ക് ചെവിയിൽ കേട്ടിട്ടില്ലാത്ത, മധ്യാഹ്നത്തിൽ ഉറക്കമെഴുന്നേൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മരിക്കണ്ട മോനെ. ആ ഉറക്കം തന്നെ ഒരു മരണമായി മാറിയാലോ? ആ മരണത്തെ കുറിച്ച് ഓർത്തിട്ട് കരയാനാ നബി തങ്ങൾ പറഞ്ഞത്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മരണാസന്നനായി സക്കറാത്തിന്റെ വേദനയിൽ കിടക്കുമ്പോ ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല ഓടി വന്നു. ഉപ്പലോകത്തിനാ നിറഞ്ഞ് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല ഓടി വരികയാ.
ആ സമയത്ത് വന്ന് ഉപ്പാടെ ചാരത്ത് വന്നിട്ട് ആയിഷ ബീവി പൊട്ടിക്കരഞ്ഞു പറഞ്ഞു വന്ന്, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങൾ എന്നെ വിട്ടുപോയാ ഇനി എന്റെ ഉപ്പാക്ക് പകരം എനിക്ക് ആരാണുള്ളത്? ആ സമയത്തൊരു പ്രിയപ്പെട്ട പൊന്നുമോളുടെ കരച്ചില. പൊന്നുമോളെ വാപ്പ മരിക്കുന്ന സമയത്തൊരു പൊന്നുമോളോട് അന്ന് അബൂബക്കർ റളിയല്ലാഹു തആല അവന് 63 വയസ്സാണ് പ്രായം. ആയിഷ റളിയല്ലാഹു തആല കൃത്യം 20 വയസ്സാണ് പ്രായം. വാപ്പ മരിക്കുമ്പോ 20ാമത്തെ വയസ്സിലെത്തിയ പ്രിയപ്പെട്ട വിധവയായ മകളാണ് ആയിഷ. പൊട്ടിക്കരയാണ് എന്റെ ഉപ്പ പോവുകയാണോ? എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ട്. എനിക്കൊരു വലിയ നഷ്ടം സംഭവിച്ചിട്ട് കാലങ്ങളായില്ല. രണ്ടാമത് എനിക്കൊരു മുസീബത്ത് വരുന്നു. എന്റെ ഭർത്താവ് പോയിട്ട് ആരംഭവും അവരംഭവും എന്റെ പ്രിയപ്പെട്ട ഉപ്പയാ. ഭർത്താവ് മരിച്ച് എനിക്ക് എന്റെ ഉപ്പ ഇവിടെ പറഞ്ഞാൽ പിന്നെ എനിക്ക് ആരാണ് ഉപ്പ? എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് സക്കറാത്തിന്റെ വേദനയിൽ അല്ലാഹുവേ ജീവിതത്തിൽ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയതല്ലേ പിതാക്കന്മാര്. നമ്മൾ മരണത്തിന്റെ വേദനയിൽ കിടക്കുമ്പോ ആറ്റുനോട്ട് വളർത്തിയ മക്കൾ വന്നിട്ട് നമുക്കൊന്നും പറയാൻ കഴിയാതെ നമ്മൾ നിൽക്കുന്ന സമയത്ത് പൊട്ടിക്കരയുമ്പോ, ഉപ്പാന്ന് വിളിച്ചിട്ട് മക്കൾ കരയുമ്പോ ആ കരച്ചിൽ കണ്ടു നിൽക്കാൻ നമുക്ക് പറ്റുമോ? മക്കളെ ഹൃദയത്തിന് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്ന പൊന്നുമകളെ, ആൺമക്കളെക്കാൾ നമുക്ക് സ്നേഹം നമ്മുടെ പെൺമക്കളോടാണല്ലോ. ഒരു പിതാവെന്ന രീതിയിൽ അനുഭവിച്ചതെന്ന് ഞാൻ പറയാ. നമ്മുടെ ഹൃദയത്തിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് നമ്മുടെ പൊന്നു പെൺമക്കളാ. ഒന്ന് കാണാൻ കൊടുക്കുന്ന ഏത് സമയത്ത് വീട്ടിലോട്ട് ഓടി ചെല്ലുമ്പോഴും അപ്പാന്ന് വിളിച്ചോടി വന്ന് കെട്ടിപ്പിടിച്ച് കഴുത്തിൽ ചാടിക്കടന്ന് കവളത്ത് മുത്തന്ന നമ്മുടെ പൊന്നുമക്കള് സക്കറാത്തിന്റെ വേദനയിൽ പെടയാണ്. ഒരു ഭാഗത്ത് മരണവേദന, ആ സമയത്ത് ചാരത്ത് വന്ന് പെൺമക്കളും ഉപ്പ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞാൽ ആ കരച്ചിന് നമുക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ. ആയിഷ റളിയല്ലാഹു തആലയുടെ പൊന്നുമോളുടെ കരച്ചിൽ കണ്ടപ്പോ, മാത്രമല്ല ഭർത്താവ് മരിച്ചിട്ട് വിധവയാണ് തന്റെ പൊന്നുമോൾ. അബൂബക്കർ റളിയല്ലാഹു തആല ഒരു പിതാവിനെയും മകളെയും നിങ്ങളെ കഥാപാത്രത്തിലൂടെ തിരിച്ചറിയുക. പറഞ്ഞ പൊന്നുമോളെ ആയിഷ, ഇങ്ങനെ പറയാനല്ലോ അല്ലാഹു പറഞ്ഞു തന്നത്. പിന്നെ എങ്ങനെയാണ് ഉപ്പ സക്കറത്തുൽ മൗതി ബിൽ ഹഖ് അദാലിക മാ കുനത മിൻഹു തഖീദ്. മരണവേദന നിനക്ക് ആസന്നമായി, നീ ഒളിച്ചു നടന്ന മരണം നിന്നെ പിടികൂടാനെത്തി എന്നർത്ഥം വരുന്ന ആയത്തോതി കൊടുത്തപ്പോ ആയിഷ റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞു പോയി. ഉപ്പ സക്കറാത്തിന്റെ വേദനയിലാണ് ഉപ്പ. അതേ മോളെ, നിന്റെ ഉപ്പ പോവുകയാ. ഗമാമു ബിവജിഹി ഇമാനുൽ യതാമാ ഇസ്മത്തുൽ അറാമിനി. വാപ്പാടെ ചാരത്ത് നിന്ന് ആയിഷ ബീവി പാടിയ പാട്ടാണിത്. വാബിയലു യുസ്തസ്ഖൽ ഗമാമു ബിവജിഹി. ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള എന്റെ ഉപ്പ അങ്ങേ തപസ്സിലാക്കി ദുആ ചെയ്തപ്പോഴല്ലയോ ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ താഴോട്ട് വന്നത്. അങ്ങത്ര യതീമീങ്ങളുടെ സംരക്ഷകനായി. അങ്ങനെ മകൾക്ക് പറയാൻ കഴിയുന്ന വാപ്പമാർ ഈ സദസ്സിലുണ്ട്. വാപ്പ അങ്ങ് ജീവിച്ചിരുന്നപ്പോ കൈയടിച്ച് ദാനം ചെയ്തവരാണല്ലോ. എത്ര എത്ര വിധവകൾക്ക് അങ്ങ് കല്യാണത്തിന്റെ സൗഭാഗ്യം കൊടുത്തു. എന്റെ വാപ്പാന്റെ എന്റെ ഉമ്മാന്റെ കൈ കൊണ്ട് കല്യാണ സൗഭാഗ്യം കിട്ടി എത്ര എത്ര യതീമികൾ, എത്ര എത്ര അങ്ങനെ പറയാൻ കഴിയുന്നതൊരു ഭാഗ്യമാണ്. അല്ലാഹു അവരുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുക്കട്ടെ. ഇത് അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന ഉപ്പാന്റെ മുമ്പിൽ മകള് പാടിയതാ. എത്ര എത്ര വിധവകൾക്ക് അങ്ങ് കൂട്ടായി ഉപ്പ എന്ന് പാടിയപ്പോ ഹബീബായ അബൂബക്കർ റളിയല്ലാഹു തആല പറഞ്ഞു, ആയിഷ, ഇതെന്നെ കുറിച്ച് പറയേണ്ടതല്ല മോളെ. ഫദാക റസൂലുള്ളാഹ്, ഇതല്ലാന്റെ റസൂലിനെ കുറിച്ച് പറയേണ്ടതല്ലേ, നിന്റെ ഭർത്താവിനെ കുറിച്ച് പറയേണ്ടതല്ലേ മോളെ. ആയിഷ റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു തആല പറഞ്ഞു, മോളെ, ഉപ്പാന്റെ
മുഖവും ശരീരവും ഒന്ന് മൂടാൻ ഒരു വെള്ളത്തുണി എടുത്തു കൊണ്ടുവാ മോളെ. ഉപ്പാന്റെ അവസാനത്തെ പറച്ചിലാണ്. പൊന്നുമോള് തുണിയെടുക്കാരോടി കൂട്ടനിന്ന് സഹാബത്ത് പറഞ്ഞു, മഹാനവറുകളെ നിങ്ങളുടെ മരണമാസന്നമായല്ലോ, ഞങ്ങളൊരു വൈദ്യനെ വിളിക്കേ, രോഗം കരശരായല്ലോ. എന്തിനാണ് വൈദ്യനെ വിളിക്കുന്നത്? വൈദ്യൻ ഇപ്പൊ എന്നെ പരിശോധിച്ചിട്ട് തിരിച്ചു പോയതേയുള്ളൂ, നിങ്ങൾ കണ്ടില്ലല്ലോ, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത വൈദ്യനാണ് വന്നത്. അതേ പരിശോധിച്ചിട്ട് എന്താണ് പറഞ്ഞത്? അബൂബക്കർ റളിയല്ലാഹു തആല പറയാ, വൈദ്യൻ എന്നെ പരിശോധിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ എന്റെ അടുക്കലേക്ക് വരാൻ പോവുകയാ. ആ സമയത്ത് എനിക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് നിനക്ക് വേണ്ടി ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് എന്റെ വൈദ്യം പോയിരിക്കുന്നത്. എനിക്കത് കേട്ടിട്ട് പേടിയാ. സഹോദരങ്ങളെ, ആരാ പറയുന്നത്? സാഹിബ് റസൂലുള്ളാഹ് الرضا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയതയുടെ നിർവൃതിയാണ്. ഈ ബുർറയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ണം വെച്ചപ്പോ നമ്മുടെ ജീവിതം ബറക്കത്തില്ലാത്തതായി. മൗലായ സല്ലി വസല്ലം. മുഴുവന് പാടിപ്പുകറ്റിയ അബൂബക്കറെ സ്വർഗമാണ് സ്വർഗമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ വാഗ്ദാനം ചെയ്ത അബൂബക്കർ റളിയല്ലാഹു തആല സക്കറാത്തിന്റെ വേദനയിൽ പറയാ, ആയിഷ എനിക്ക് പേടിയാകുന്നു മോള്. ഓടി വെള്ളത്തുണിയുമായി പൊന്നുമോള് വന്നപ്പോ ആയിഷ ഉപ്പാന്റെ മുഖവും ശരീരവും ഒന്ന് മൂടുമോളെ. ആ മൂടി ആയിഷ അതിന്റെ ഉപ്പാക്ക് പേടിയാകുന്നു. എന്തേ ഉപ്പാ? എന്റെ വൈദ്യൻ എന്നോട്, അല്ല എന്നോട് പറഞ്ഞു, നീ അങ്ങോട്ട് വാ, എനിക്ക് ഇഷ്ടമുള്ളത് പോലെ നിന്നോട് ഞാൻ പ്രവർത്തിക്കുമെന്ന്. എന്റെ റബ്ബിന്റെ കയ്യിലല്ലേ നരകമുള്ളത്, അവന്റെ കയ്യിൽ തന്നെയല്ല സ്വർഗമുള്ളത്. അവൻ ഏതാണ് എന്നോട് നൽകുന്നതെന്ന് എനിക്കറിയില്ല മോളെ എന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞപ്പോ വാപ്പാന്റെ കണ്ണുനീര് തുടച്ചു മാറ്റി ആയിഷ റളിയല്ലാഹു തആല മുഖം വിട്ടുമൂടി. കുറച്ചു കഴിഞ്ഞപ്പോ ചലനം അവസാനിച്ചു. അടിയിൽ നിന്നൊരു വാക്ക് കേട്ടു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. തുണിയെടുത്ത് മാറ്റുമ്പോ മാനവരുടെ മന്ദസ്മിതം തൂകി റൂഹുവിടെ പറഞ്ഞിട്ട് പുഞ്ചിരി തൂകി കിടക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അവനവന്റെ മരണം ഇത്രത്തോളം നല്ലതായി മാറാട് ഇന്നത്തെ ദിവസം നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവേ 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 ഞങ്ങളുടെ മരണം നീ നന്നാക്കി തരണേ അല്ലാഹ്. അതുകൊണ്ട് ഈ ജീവിതം നന്നാവണോ? എല്ലാ ദിവസവും നിങ്ങൾ ഓതണം, ഈ സൂറത്ത് ഓതുന്നവന് നല്ല മരണം കിട്ടും, നല്ല മരണം കിട്ടും. അല്ലാഹു ഇതൊന്ന് ഓതാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറക്കെ. അല്ലാഹു ഇതൊന്ന് ഓതാൻ തൗഫീഖ് നൽകട്ടെ. ഇനി ഞാൻ മൂന്നാമത് വേറൊരു പ്രയോജനം കൂടെ പറഞ്ഞുതരാം. അത് ഭയങ്കര പ്രയോജനമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പറയണോ അതോ സമയമായോ? ഒന്നുകൂടി പറഞ്ഞു തരട്ടെ. എന്താ മനുഷ്യന്മാരങ്ങനെ ഇരിക്കണ? ഒന്ന് സഹകരിക്കുക. നിങ്ങൾ എന്താ സീറ്റ് കിട്ടാത്ത സ്ഥാനാർത്ഥിയെ പോലെ? അല്ലാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഇപ്പൊ സ്ഥാനാർത്ഥിയായി ജയിച്ചു. ഏതായാലും ഒരാളെ ജയിക്കൂ. ജയിച്ചാൽ തന്നെ എത്ര വർഷം? 5. അത് കഴിയുമ്പോ അടുത്ത ആള്. ഞാൻ പറയാൻ പോകുന്ന സീറ്റ് ഖാലിദീന ഫീഹാ അബദ. അത് പിന്നെ ആരും അവിടെ ജയിക്കാൻ പിന്നെ ആരും അവിടെ കാലാകാലം അവിടെ തന്നെയാണ്. അള്ളാഹു നമ്മളെ ഇവിടെ എത്തിക്കട്ടെ. അതുകൊണ്ട് സൂറത്ത് തകാസുർ ഓർത്തിട്ട് കരയുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മൾ ആരും കരയില്ല. എന്താണെന്നറിയോ? കരഞ്ഞാല് കണ്ണുനീരിന്റെ പാടിങ്ങനെ വരുന്നതാണ്. മഹാനായ ഉമർ റളിയല്ലാഹു തആല മരിച്ചപ്പോ ജനാസ കുളിപ്പിച്ച ആളുകൾ കണ്ടത് ശരീരത്തിൽ 2 അടയാളം ഉണ്ടായിരുന്നു. ഒന്ന് പാവപ്പെട്ടവരെ സഹായിക്കാൻ മാവ് തോളിൽ വെച്ച് ചുമന്നുകൊണ്ട് പോയതിന്റെ അടയാളം,
രണ്ടാമത് നരകത്തോത്ത് കരഞ്ഞതിനാൽ ഈ രണ്ട് കണ്ണിൽ ഇങ്ങനെ ഒരു ചെറിയ അടയാളം ഉണ്ടായിരുന്നു. കണ്ണുനീര് പോയ ഒരു ചാല്. തോടൊക്കെ ഒഴുകട്ടെ അവിടെ ഒരു ചാല് കിടക്കൂല വൈരി. അതേപോലെ തന്റെ തെറ്റുകളും നരകോത്ത് കരഞ്ഞ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കവിളിൽ ഒരു ചാലുണ്ടായിരുന്നു. സൂറത്ത് തക്കാസുർ ഓതിയപ്പോൾ ഉമർ റളിയല്ലാഹു തആല ബോധം കെട്ടി താഴെ വീണെന്നാണ് പറയുന്നത്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന സൂറത്താണ് സൂറത്ത് തക്കാസുർ. ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്ത്, ഏറ്റവും ഭയാനകരമായ സൂറത്ത് തക്കാസുർ. 114 സൂറത്തിലെ 6666 ആയത്തുകളിൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്ത് ഏതാ? അറിയില്ലാർക്കും? UDF എത്ര സീറ്റ് കിട്ടും? LDF അതൊക്കെ നമ്മൾ കണക്കൊണ്ട് വെച്ചിരിക്കാം. ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്ത് നാളെ വിഷാദം. നാളെ വരും. നാളെ നമ്മുടെ വിഷാദാണ് ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്ത്. നമ്മള് കരയാത്തത് എന്താണെന്ന് കരഞ്ഞ കവിളിന്റെ മുഖത്ത് ഇങ്ങനെ ചാല് വരും. ചാല് വന്നാൽ പിന്നെ നമ്മുടെ ഗ്ലാമറൊക്കെ അങ്ങ് പോവും. ഒരടയാളം മാറ്റാനുള്ള പെടാപ്പാടിലാണ് നമ്മൾ. കാവേരി തേക്ക് 6 ആഴ്ച കൊണ്ട് കറുത്ത പുള്ളി അപ്രത്യക്ഷമായി. ഇതേത് സാമ്പത്തിക മാന്യമുണ്ടെങ്കിലും എല്ലാരും പറയുന്നത് ഭയങ്കര സാമ്പത്തിക ടൈറ്റ് ആണ്. ഇന്നൊക്കെ ഫിറോസ് എന്നോട് പറഞ്ഞു, ബെൻസ് ഏറ്റവും കൂടുതൽ ആ കമ്പനി ബെൻസ് കാർ വിറ്റ് ദിവസം. എന്നാ എല്ലാവർക്കും സാമ്പത്തിക പ്രസിദ്ധിയാണ്. അതിനൊന്നും എന്നാ ഈ കൊടയിലുണ്ടാകുന്ന ഒരൊറ്റ ബ്രോസ്റ്റ് പൊരിച്ച കൊടി മിച്ചോട്ടില്ലതാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ പൈസ മുടക്കുന്നത് സ്വർണത്തിനല്ല, കോസ്മെറ്റിക് ഐറ്റംസിനാണ്. ആണും പെണ്ണും കോസ്മെറ്റിക് ഐറ്റംസ് തേക്കാത്ത ആരാളുള്ളത്? പണ്ട് നമ്മളൊരു പെണ്ണ് കെട്ടിച്ചിട്ട് ഒരാളുടെ ബെഡ്റൂമിലോട്ട് കയറി പോയാൽ ആകെ വാതിലുകൾ നമ്മുടെ കാണുന്നത് തടിയുടെ അലമാരയെ പണ്ടത്തെ ഒരു കുട്ടിക്കൂറാടെ പൗഡർ ഉണ്ടാവും അല്ലെ. അതിന്റെ അപ്പുറത്തോട്ട് വേറെ സാധനം കുട്ടിക്കൂറാടെ പൗഡർ ഉണ്ട് പണ്ട്. ആ കുട്ടിക്കൂറാടെ പൗഡറും ഒരു ചീപ്പും അല്ല കണ്ണാടി, പിന്നെ അന്നത്തെ ഒരു സോപ്പുണ്ട്. എന്താ അതിന്റെ പേര് ഞാൻ പറഞ്ഞു. ഇമാമി സോപ്പ് ഉണ്ട്. ഹമാം ഒരു ഹമാമിന്റെ പച്ച കവറുള്ള സോപ്പ്, ഒരു കുട്ടിക്കൂറാടെ പൗഡർ, ചീപ്പ്. അതിനപ്പുറത്തോട്ട് എന്താ ഉള്ളത്? ഇപ്പൊ നിങ്ങളൊന്ന് നോക്കി, അവിടെ ഫേസ് പാക്ക്, ആഫ്റ്റർ ഷേവ്, ബിഫോർ ഷേവ്, ക്രീം, കാല്, കയ്യ്, കണ്ണ്, പുരികത്തി തേക്കാൻ വരെ സർവ്വതുണ്ട്. കാരണം ഇന്നെല്ലാവരും അവനവന്റെ മുഖം വെളുപ്പിക്കാനുള്ള തിരക്കിലാണ്. യഥാർത്ഥത്തിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് രാത്രി കിടക്കാൻ നേരത്തിന് ഫേസ് പാക്ക് പറഞ്ഞു തരാൻ പോകും. ഇത് ദിക്ർ സലാത്ത് ഫേസ് പാക്ക്. എല്ലാവരും പപ്പായ അരച്ച് തേക്കണവർ അങ്ങനെ, കുക്കുമ്പർ തേച്ചേക്കണവർ അങ്ങനെ. ഈ അടുത്ത സമയത്ത് ഭയങ്കര വഴക്ക്, തലാക്കായി. അവസാനവും പറയും, ഉസ്താദെ ഞാൻ ഓഫീസ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കുളിച്ചൊരുങ്ങി ബെഡ്റൂമിൽ പോയാ ഇവള് നേരെ മാനത്തോട്ട് നോക്കി കിടപ്പായി. തിരിഞ്ഞു നോക്കൂല, വലത്തോട്ട് നോക്കൂല, എന്നോട് മിണ്ടൂല്ല. സംഭവം അവളോട് ചോദിച്ചപ്പോഴാ പറഞ്ഞ അവളെ കണ്ണിന്റെ താഴ്ഭാഗത്ത് കറുപ്പുണ്ട്, അത് മാറാൻ കുക്കുമ്പർ അരിഞ്ഞ് കണ്ണുമ വെച്ചിട്ട് വെപ്പോട്ട് നോക്കി കിടക്കുക. എന്താ ഗുണം? കണ്ണിന്റെ ഇടയിലെ കറുപ്പ് മാറും. അവള് കുക്കുമ്പർ വെച്ചിട്ട് അതിന്റെ വെപ്പോട്ട് കിടക്കുക. യഥാർത്ഥത്തിൽ ഒരാൾക്ക് സൗന്ദര്യം മാനദണ്ഡമാണെങ്കിൽ ആ സൗന്ദര്യം വേണ്ടത് സൗന്ദര്യത്തിന് പ്രസക്തിയുള്ള ഒരു കാലത്തല്ലേ ഇപ്പൊ നമുക്ക് എവിടെ പ്രസക്തിയുള്ളത്? ഇപ്പൊ സൗന്ദര്യം കൊണ്ട് വല്ല കാര്യമുണ്ട്? കറുകറുത്തവനും വെളുവെളുത്ത പെണ്ണിനെ കിട്ടും. ചില നല്ല പെണ്ണുങ്ങളെ കൂടെ ചില ഭർത്താക്കന്മാർ പോകുമ്പോൾ നമ്മൾ ഇവക്ക് ഇവനെ കിട്ടിയുള്ളൂ. കാരണം സൗന്ദര്യം ഒരു മാനദണ്ഡമല്ല, ഹൃദയത്തിന്റെ സൗന്ദര്യമാണ് പ്രധാനം. മുഖത്തെ കറുപ്പും വെളുപ്പും അതിന് എന്തെങ്കിലും ഒരു യോഗ്യതയുണ്ടെങ്കിൽ ആ സമയത്താണ് നമ്മുടെ മുഖത്തിന് വെളുപ്പ് വേണ്ടത്, അല്ലേ? ആണമനുഷ്യന്മാരല്ലേ? അപ്പൊ ആ സമയത്തല്ല മുഖം വെളുപ്പിക്കേണ്ടത്. മുഖം വെളുപ്പിക്കാനുള്ള ക്രീം ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോളി. ഇന്ന് മുതൽ അത് ചെയ്യണം എല്ലാവരും. ഇന്ന് വാത് കഴിഞ്ഞ് പോയത് മുതൽ. ഇതാണ് നമ്മൾ ഇന്നത്തെ ലാഭം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ആ ദിവസമാണ് ഒരാളുടെ സൗന്ദര്യം അവന് പരിഗണിക്കുന്ന ഒരു ദിവസമാണ്. അള്ളാഹു പറയുകയാണ്, പരലോകത്ത് പടച്ചറപ്പിന്റെ മുമ്പിൽ വരുമ്പോ, കത്തിക്കാളുന്ന നരകത്തിന്റെ മുമ്പിൽ പേടിയോടെ നിൽക്കുമ്പോ, ആ സമയത്ത് അവിടെയുള്ള ആളുകളുടെ മുഖം കണ്ടിരിക്കയില്ല. സൂറത്തായത് അതിന്റെ അർത്ഥം ഇതേവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അല്ലാഹു പറയുകയാണ്,
മുമ്പിൽ വിചാരണക്ക് വേണ്ടി ജനകോടികൾ ഒരുമിച്ച് നിൽക്കുമ്പോ അല്ലാഹുവിനോട് എന്ത് സമാധാനമാണ് പറയേണ്ടതെന്നറിയാതെ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ ആ സമയത്ത് ഈ ദുനിയാവിൽ എത്ര വെളുപ്പുള്ളവരാണെങ്കിൽ ഇവരെ മുഖം വല്ലാതെ കഥകരത്ത് കരിവാളിച്ചു നിൽക്കുകയാ. എന്ത് കാരണമെന്നറിയോ? അവര് ജീവിതത്തിൽ ചെയ്ത ദുഷ്കർമ്മങ്ങളെ കാണുമ്പോ അവരുടെ മദ്യപാനവും അവരുടെ ചൂതാട്ടവും അവരുടെ വ്യഭിചാരവും എന്ന് വേണ്ട ദുഷ്പ്രവർത്തനങ്ങൾ അവരെ കൈമുൻപിൽ കാണുമ്പോ അവരറിയാതെ മുഖം അങ്ങനെ കറുത്തു പോവുകയാണ്. എത്ര വെളുവെടുത്ത മുഖമാണെങ്കിലും പെണ്ണേ, ഹറാമ് ചെയ്ത പെണ്ണാണോ അന്ന് നിന്റെ വെളുവെടുത്ത മുഖം കറുക്കുമടി. ആ സമയത്താണ് ആ മുഖം കറുക്കാനുള്ള കാരണമേതാ? ഇന്ന് പലപ്പോഴും ആളുകളുടെ ജോലിക്ക് കറുത്തു പോയല്ലോ. നമ്മൾ പെട്ടെന്ന് പറയും അത്രക്ക് വലിയ ചൂടല്ലേ മുഖത്തടിക്കുന്നത്. അന്ന് കറുക്കുന്നതിന്റെ കാരണമേണെന്നറിയോ? പതച്ചു പൊന്തുന്ന നരകത്തിന്റെ തീനാളം അവരുടെ മുഖത്തെ കടിക്കുമ്പോ അവരുടെ മുഖം ഇങ്ങനെ കറുത്ത് കറുത്തു പോവുകയാ. എന്നെ കേൾക്കാനിട്ട് പ്രിയപ്പെട്ട സഹോദര, എന്നാലും മറുഭാഗത്ത് വേറൊരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ മുഖം എത്ര കറുകറുത്തവരാണെങ്കിലും മുഖം ഇങ്ങനെ വെളുവെടുത്ത് നിൽക്കുകയാ. കാരണം അവര് ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ കാരണത്താ അന്നത്തെ ദിവസം വെളുത്തവരുമുണ്ട് കറുത്തവരുമുണ്ട്. ഈ ആയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുക്കവേ ഹബീബായ നബിയോട് സഹാബത്ത് ചോദിച്ചു, തിരുദൂതരെ, നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ പോകുമ്പോ ഞങ്ങളുടെ മുഖത്തിന് വെളുപ്പ് കിട്ടാൻ ഒരു പോകടി പറഞ്ഞതാ നബിയെ. ഈ പാതിരാ സമയത്ത് കത്തിച്ചൊലിക്കുന്ന സൂര്യനാൽ പകല് ചുട്ടുമെടുക്കുമ്പോ വയത്തുകൾ ചെട്ടിവിടെ വന്നെന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് ഇത് വാക്കവിയുടെ വാടക കഥത്തിന്റെ പ്രസംഗമല്ല. ഇന്നിവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ നിങ്ങളുടെ ജീവിതത്തിന്റെ പരലോകത്തേക്കുള്ള യാത്രകൾ മുതൽ കൂട്ടായി ആറടി മണ്ണിലെ ഏറ്റവും വലിയ പ്രകാശമായി തീർന്നില്ല. ഇനി പറയാറുണ്ട്. അതിനാണ് ഞാൻ ഇങ്ങനെ കട്ടപ്പെട്ടു എന്ന് പറയുന്നതുള്ള സമയത്ത് മർമ്മപ്രധാനമായ ഭാഗങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ആരെങ്കിലും കിടക്കാൻ പോകുന്നതിന് മുമ്പ്, എല്ലാ ദിവസവും കിടക്കാൻ പോകുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് 1000 ആയത്തുകൾ പാരായണം ചെയ്ത, എല്ലാ ദിവസവും കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഖുർആനിലെ 1000 ആയത്തുകൾ പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖം പ്രസന്നമായ അവസ്ഥയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ അവന് നിൽക്കാൻ കഴിയുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേൾക്കുമ്പോ നാളെ ഞാനും നിങ്ങളും മരിച്ചു പോയാൽ നമുക്ക് സ്വർഗത്തിൽ വെളുവെടുത്ത മുഖമായിട്ട് വരാണ്. ഉറങ്ങുന്നതിന് മുമ്പ് ഖുർആനിലെ 1000 ആയത്തുകൾ സ്ഥിരമായി ഓതിയിട്ട് കിടക്കണേ. ഇതാണ് നിങ്ങൾ ഏറ്റവും വലിയ ഫേസ്ബുക്ക്. അല്ലാഹു ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. 1000 ആയത്ത് ഓതിയാ മതി, പേരാന്റെ ഒരു വെളുപ്പ് കിട്ടും. ഓതിക്കൂടെ പറ മനുഷ്യന്മാരെ. അങ്ങനെ ഉറപ്പിച്ചവരൊക്കെ കൈ ഉറങ്ങുന്നതിന് മുമ്പ് 1000 ആയത്ത്. ചുമ്മാ കയ്യും കൂടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അല്ല, ചുമ്മാ കൈവക്കാൻ 1000 ആയത്ത് ദിവസം ഓതണം. 1000 ആയത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ 6666 ആയത്തുണ്ട്. അതായത് ഖുർആന്റെ 6-1 എന്ന് പറഞ്ഞാൽ 5 ജുസ്. ഹാമി മുതൽ സൂറത്ത് നാസ് വരെ ശിശ എഴുതിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഓതണം. തയ്യാറുള്ളവരെന്ന് കൈവക്ക 5 ജുസ് കൈവക്ക. പറ്റുന്നവർ ആത്മാർത്ഥയോടെ ചുമ്മാ പൊക്കരുത്. ഞാൻ പറഞ്ഞത് 5 ജുസ് ഓതണ ദിവസവും പറ്റുമോ? നടക്കൂല മക്കളെ. ഒരു ദിവസം 2 ദിവസമാണ് പറ്റും, മരിക്കണവരെ പറ്റൂ. ആരെ പൊക്കി നോക്കട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് മാത്രം സമയമൊന്നും വേണ്ട. 5 ജുസ് ഓതാൻ ഒരാൾക്ക് 1 ജുസ് ഖുർആൻ നന്നായിട്ട് ഓതാൻ ഹാഫിദ് ആണെങ്കിൽ 20 മിനിറ്റ് മതി. അല്ലാത്ത ഒരാളാണെങ്കിൽ 30 മിനിറ്റ്, ഒരു 25 മിനിറ്റ്.
I2 ഏതാണ്ട് 1 മണിക്കൂർ 1.25 മണിക്കൂർ മതി 5 ദിവസം ഓതാൻ. അതിന് മാത്രം സമയമൊന്നും വേണ്ട. 3 സീരിയൽ കാണുന്ന സമയം. അല്ല 2 അതെ 30 മിനിറ്റ് സീരിയൽ 30 മിനിറ്റ് നമ്മള് മുത്തക്കിങ്ങൾ ഇരിക്കണ ഇരിപ്പോ അറിഞ്ഞൂട സാധുക്കള് 2 സീരിയൽ കാണുന്ന സമയം. പിന്നെ 25 മിനിറ്റ് എന്റെ ബൈനഹുമ അതിന്റെ ഇടയിലുള്ള പരസ്യവും കൂടെ കൂട്ടി കഴിയൂല അല്ലെ? കഴിയൂല സഹോദരങ്ങളെ. സഹാബത്ത് പറഞ്ഞു നബിയെ കച്ചവടവും യുദ്ധവും എടുത്തിട്ട് തിരിച്ചു വന്നാൽ എല്ലാ ദിവസവും ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ന് കേൾക്കാൻ വന്നവർക്ക് ലാഭമാണ്. നബിയെ എല്ലാ ദിവസവും യുദ്ധവും നിങ്ങളുടെ ജീവിതത്തിന്റെ തിരക്കിന്റെ ഇടയിൽ ഇതൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല യാ റസൂലല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു സഹാബ ഒരാൾക്ക് ദിവസവും 1000 ആയത്ത് ഓതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരൊറ്റ പ്രാവശ്യം നിങ്ങളുടെ സൂറത്ത് തകാസുർ പാരായണം ചെയ്യുക. അൽഹാകുമുത് തകാസുർ ഹത്താ സൂറത്തുൽ മഖാബിർ എന്ന സൂറത്ത് തകാസുർ ഒറ്റ പ്രാവശ്യം നിങ്ങൾ ഓതിയിട്ട് കിടന്നുറങ്ങുക. നാളെ മരണത്തിലേശം പടച്ചറപ്പിന്റെ മുമ്പിൽ പോകുമ്പോ സന്തോഷമുള്ള മുഖത്തോടെ അല്ലാഹുവിന്റെ മുമ്പിൽ ഹിസാബിന് നൽകാണ് നിങ്ങൾക്ക് കഴിയും. നാടുകാരെ അല്ലാഹു നമുക്ക് മഹാഭാഗ്യം നൽകുമാറാകട്ടെ. ഇന്ന് നിങ്ങളെ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കുക. ഇനി 1000 ആയത്ത് വേണ്ട സൂറത്ത് തകാസുർ ഓതി കൂടെ പറ്റില്ലേ? അപ്പൊ അങ്ങനെ ഉറപ്പിച്ചിട്ടൊന്ന് കൈവെക്ക്. അങ്ങനെ ഉറപ്പിച്ചിട്ട് ഇതാണ് ലാഭം. താഴ്ച അല്ലാഹു തൗഫീഖ് നൽകട്ടെ.